മോനെ കുറച്ച് സാധനം വാങ്ങണേനു. നമുക്ക് വടകര സ്റ്റോർ പോയാ പോരെ? ആടെ ഹോൾസെയിൽ അല്ലേ അമ്മ? ആടെ റീറ്റെയിലും ഉണ്ട്. വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ. 8 ഉറുപ്പ്യക്ക് മഗ് നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങി തരുവാ? ചൂളിന് 40 ഉറുപ്പ്യുള്ളൂ. മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ് ഇതിൽ ഏതെടുത്താലും 110. 6 ലിറ്റർ ബാറ്ററി വാട്ടറിന് 65 ഉറുപ്പ്യ ഉള്ളൂ. ഇവരെങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നറിയോ? ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് ഇറക്കുന്നത് കൊണ്ടാ. ലൂക്കറിന്റെ ട്യൂബ് 99, ബൾബ് 35. 15 ഉറുപ്പ്യക്ക് ചെടിച്ചട്ടി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടാനാ? ഇവിടുന്ന് ഏത് പില്ല് എടുത്താലും 50% ഡിസ്കൗണ്ട്. ഗ്യാസ് ലൈറ്ററിനില്ലേ 29 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഡിറ്റർജന്റ് ഇത് ഏതെടുത്താലും 99 ഉള്ളൂ. വീട്ടിൽ പ്ലേറ്റിനുള്ള 25 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഫെനോയിലിന് വെറും 99. മൂപ്പിന് 49. വടകര സ്റ്റോർ, വടകരയുടെ സ്റ്റോർ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. ഓർക്കാട്ടേരി റേഞ്ച് SKSBVയും ജമയത്തുൽ മുഅല്ലിമീനും റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിനും റേഞ്ച് പരിധിയിലെ SSLC+2 മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. എടച്ചേരി കളിയാമ്പള്ളി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ TM ഹമീദ് ധാരിമി അധ്യക്ഷനായി. മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ സയ്യിദ് ഹൈദ്രോസ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യം വളരെ ദയനീയമാണ്. നമ്മുടെ മക്കള് അത് 10 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള മക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മുടെ റേഞ്ചുകളിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ വിചാരിക്കും തൊപ്പിയൊക്കെ വെച്ച് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു, അവൻ കൃത്യമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. പക്ഷെ അവന്റെ കൂട്ടുകെട്ട്, അവന്റെ സംവിധാനങ്ങൾ മറുഭാഗത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പേരൻസ് ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായ അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാനേജ്മെന്റും അതേപോലെ ജമിയത്തുൽ മുഅല്ലിമീനൊക്കെ യോജിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മദ്രസ തലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കണം. ഓരോ തലങ്ങളിലേക്കും ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയെങ്കിലും നമുക്ക് ബോധവൽക്കരണം നടത്തി അവന്റെ ചിന്താധാരയെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഫാത്തിമ മൻഹ, മുഹമ്മദ് സിയാൻ, മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി നാസർ എടച്ചേരി, ട്രഷറർ MK യൂസഫ് ഹാജി, വൈസ് പ്രസിഡന്റുമാരായ VP അഷ്റഫ് ഒഞ്ചിയം, CP സലാം കച്ചേരി, റേഞ്ച് സെക്രട്ടറി ജംഷീർ ധാരിമി, മുഹിയുദ്ദീൻ ഫൈസി എന്നിവർ സംസാരിച്ചു. അനസ് റഹ്മാനി സ്വാഗതം പറഞ്ഞു. ലഹരിവിരുദ്ധ ക്ലാസിന് രംഗീഷ് കടവത്ത് നേതൃത്വം നൽകി. മക്കളെ വല്ലാതെ വിശ്വസിക്കുന്ന രക്ഷകർത്താക്കളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന പേരൻസ് ആണ് നിങ്ങളത്. അതുമാത്രമാണ് ഇവിടുത്തെ വിഷയം. കേരളത്തിലെ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച കുട്ടികളുള്ള നാടാണ് കേരളം. പക്ഷെ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യന്മാരുള്ളത് കേരളത്തിൽ. അത് രണ്ടും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ല. ഈ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ചട്ടക്കൂടുള്ള ഒരു സിസ്റ്റമുള്ള മതമാണിത്. ആ മതത്തിലുള്ള ഒരാളും ഈ ലോകത്തേക്ക് നശിക്കാൻ പാടില്ലായിരുന്നു. സിസ്റ്റപ്രകാരം നമ്മൾ പഠിച്ച മതഗ്രന്ഥങ്ങൾ പ്രകാരം ഒന്നും ഒരു മനുഷ്യനും ആപത്തിലേക്ക് പോകാൻ പാടില്ല. അത്രയേറെ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും കുറെ ആളുകൾ ഈ ലോകത്തേക്ക് നശിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആ നാശത്തെ നമുക്ക് തടുക്കണം. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെയെങ്കിലും അവിടെ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോൾ നമ്മളിപ്പോൾ പുതിയ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ഇന്ത്യ നന്നാക്കാനൊന്നും നോക്കണ്ട, അതിനെല്ലാം ആരംഗം നന്നാക്കേണ്ടത്. അതൊന്നും നമ്മൾ വിഷയമല്ല. കേരളം നന്നാക്കാനും നമ്മൾ ശ്രമിക്കേണ്ട, കേരളത്തിലെ പഞ്ചായത്ത് നമ്മൾ നന്നാക്കണ്ട. എവിടെ നന്നാക്കണം? നമുക്ക് ഓരോ വീടും
ഒരു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ വീടിനെ രക്ഷിക്കാൻ, ആ വീട്ടുകാരെ രക്ഷിക്കാൻ കഴിയുന്നത്. സ്വാഭാവികം നിങ്ങൾക്ക് ഈ ടെൻഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയാം? നിങ്ങൾ ഇവിടുത്തെ ഒരു ആപത്തും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് മുന്നിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, പത്രം വായിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, ചാനൽ കാണുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിച്ചു പോയത് കൊണ്ടാണ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സിലെ ചെക്കനെ ഒന്നിച്ചു പഠിക്കുന്ന, ഒന്നിച്ച് അപ്പുറത്തും ഇപ്പുറത്തിരുന്ന ചങ്ങാതി തലക്കടിച്ചു പോകുന്നത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.